ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട കൊഴിഞ്ഞാമ്പാറയിൽ ജനസഭ തുടരുന്നു. ജനാധിപത്യത്തിന്റെ ആഘോഷമാണ്, ഉത്സവമാണ്. തെരഞ്ഞെടുപ്പ്. വോട്ടർമാർക്ക് ചോദിക്കാനുണ്ട്. അവരുടെ ചോദ്യങ്ങളിലേക്ക് പോകുന്നു. ആദ്യ ചോദ്യം പെട്ടെന്ന്. നമസ്കാരം. എൻ്റെ ചോദ്യം ഈ ഇന്ത്യ മുന്നണി പറയുന്ന LDF-ഉം UDF-ഉം നേതാക്കളാണ്. ഇവരുടെ പ്രധാനമന്ത്രിയുടെ പേര് പറയണം. 1. 2, ഇവർ രണ്ടാൾക്കും ഒരേ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആണോ, ഇല്ല LDF-നെ സെപ്പറേറ്റ് ആയിട്ടുണ്ടോ, UDF-നെ സെപ്പറേറ്റ് ആയിട്ടുണ്ടോ എന്ന് ഇവിടെ നാട്ടുകാർ അറിയണം. 2, ആകെ CPM ഭരിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. കോൺഗ്രസ് 2-3 സ്റ്റേറ്റേ ഉള്ളൂ. ഇവർ രണ്ടാൾക്കാരും കൂടിയാലും ഒരു 4-5 സ്റ്റേറ്റേ ഉണ്ട്. ഇവർ എങ്ങനെയാണ് 272 സീറ്റും പിടിച്ചും ഇന്ത്യ ഭരണത്തിൽ കയറും? ഇത് പറയണം. പിന്നെ 3, ഇവിടെ രണ്ടാൾക്കാരും ഓപ്പോസിറ്റിൽ ഇവിടെ മത്സരിക്കുകയാണ്. ഇവിടെ നിന്ന് 4 കിലോമീറ്റർ നമുക്ക് തമിഴ്നാട് ബോർഡർ ഏരിയ. ഈ 2 മുന്നണികളും അവിടെ ഒന്നിച്ചാണ്. ഇവർ എങ്ങനെയാണ് ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ട് പോയിട്ട് അവിടെ രണ്ടാൾക്കാരും ഒന്നിച്ച് വോട്ട് ചോദിക്കുന്നത്? ഇത് ഇവിടത്തുള്ള ആൾക്കാരനെ എല്ലാ വോട്ടർമാരുള്ള ഒരു സന്ദേഹം. ഇതൊന്ന് ക്ലിയറാക്കി തരണം. യെസ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? നിങ്ങളുടെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. യെസ്, പറയൂ മറുപടി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിൻ്റെ പ്രകടന പത്രികയും നയപരിപാടികളും വെച്ചാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 2004 നിങ്ങളെല്ലാവരും കരുതി കോൺഗ്രസിന് ഭരണം കിട്ടിയപ്പോൾ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാവും എന്ന്, അല്ലേ? എന്താണ് സംഭവിച്ചത്? തോക്കിന്റെ ഇടയിൽ കയറി വെടിപൊട്ടലിന്റെ സഹോദര, തോക്കിന്റെ ഇടയിൽ കയറി ഞങ്ങള് പ്രധാനമന്ത്രി ആക്കിയത് ലോകം കണ്ട ഏറ്റവും വലിയ എക്കണോമിസ്റ്റുമാരിൽ ഒരാളായ മൻമോഹൻ സിംഗിനെയായിരുന്നു. അതിന്റെ നേട്ടം കിട്ടി. നയങ്ങളും പരിപാടികളും ആദർശങ്ങളും വെച്ചാണ് ഞങ്ങൾ ഭരണത്തെ ഇലക്ഷനെ നേരിടുന്നത്. ഞങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഞങ്ങളുടെ നയമാണ്, ഞങ്ങളുടെ കാര്യപരിപാടിയാണ്. പിന്നെ ഇവർക്ക് ഇത് ചോദിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഇവരൊരാളെ ഭയപ്പെടുന്നുണ്ട്, കാലങ്ങളായി ഭയപ്പെടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പറ്റാവുന്ന സ്ഥലങ്ങളിലെല്ലാം തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളിപ്പോഴും അദ്ദേഹത്തെ ഭയക്കുകയാണ്. ഇവിടെ എന്റെ സഹോദരന്റെ ചോദ്യം, പേര് പറഞ്ഞൂടെ? അദ്ദേഹം എന്താണ്? ആ പേര് വ്യക്തമല്ലേ? നിങ്ങളുടെയൊക്കെ മനസ്സിലുള്ള ആ പേര് തന്നെയാണ്. 4050 കിലോമീറ്റർ 150 ദിവസം ഇന്ത്യയുടെ ആത്മാവിലൂടെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നിട്ടുള്ള ആ വ്യക്തി, ഇന്ത്യൻ മതേതരത്വത്തിന്റെ കാവൽപടൻ. ആ വ്യക്തിയുടെ പേര് പ്രത്യേകം എടുത്ത് പറയണം. എന്റെ പൊന്നു സഹോദര, ബിജെപിക്ക് നിലവിൽ 303 സീറ്റാണുള്ളത്. നിങ്ങൾ മനസ്സിലാക്കിക്കോ, 303 സീറ്റാണുള്ളത്. 37% വോട്ട് കൊണ്ടാണ് നിങ്ങൾ 303 സീറ്റ് നേടിയത്. നിങ്ങൾക്ക് ഗുജറാത്തിൽ മുഴുവൻ സീറ്റ് കിട്ടി, 29 കിട്ടി, രാജസ്ഥാനിൽ കിട്ടി, മധ്യപ്രദേശിൽ 1 ഒഴികെ കിട്ടി, ഹരിയാനയിൽ കിട്ടി, ഡൽഹിയിൽ കിട്ടി, മുഴുവൻ സീറ്റ് നിങ്ങൾക്ക് കിട്ടുകയാണ്. ഇവിടെ ഒന്നും 2024 നിങ്ങൾക്ക് മുഴുവൻ സീറ്റ് കിട്ടാൻ പോകുന്നില്ല. മതേതര ചേരിയുടെ വോട്ട് ഭിന്നിച്ചതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് UP-യിൽ 64 സീറ്റ് കിട്ടിയത്. ഇത്തവണ BJP-യെ തോൽപ്പിക്കാൻ ശേഷിയുള്ള ആ കക്ഷികൾ ഒന്നാകെ നിൽക്കുകയാണ്. അവിടെ UP-യിൽ സമാജ്വാദി പാർട്ടി, ഡൽഹിയിൽ AAP, ഹരിയാനയിൽ JJP, അതുപോലെ തന്നെ ഈ പറയുന്ന ബാബുവേട്ടന്റെ പാർട്ടിയെ രാജസ്ഥാനിൽ അവർ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോ 4ാം സ്ഥാനത്ത് പോയിട്ടുള്ള ആ സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അവിടെ സീറ്റ് കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. അവരുടെ സംസ്ഥാന സെക്രട്ടറി, ബംഗാളിന്റെ സംസ്ഥാന സെക്രട്ടറി ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ത്യാഗം ചെയ്തിരിക്കുകയാണ്. കാരണം ഈ BJP-യുടെ സർക്കാരിനെ തറ പറ്റിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് കുറച്ച് സീറ്റുകളിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ. മതേതര വോട്ടുകൾ ഭിന്നിക്കാതിരിക്കുവാൻ ഞങ്ങൾ എടുക്കുകയാണ്. പിന്നെ സഹോദരൻ പറഞ്ഞു, നിങ്ങള് ഇന്ത്യ മുന്നണി ഒരുമിച്ചല്ലേ? ഇന്ത്യ മുന്നണി ഞങ്ങൾ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് മറുപടിയില്ല. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് വ്യക്തമായി രാമായണം മുഴുവൻ വായിച്ചിട്ടും രാമന് സീത ചിത്തപ്പൻ എന്ന് പറയുന്ന സ്ഥിതിയല്ലേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞങ്ങളുടെ നയവും കാര്യപരിപാടിയുമാണ് ഞങ്ങളുടെ നായകൻ. പ്രിയ സഹോദര, വെള്ളിത്തളികയിൽ കൊണ്ട് പ്രധാനമന്ത്രി പദം വെച്ചു കൊടുത്തപ്പോ അത് വേണ്ട എന്ന് വെച്ച പാരമ്പര്യമുള്ള ഗാന്ധി കുടുംബത്തോടുള്ള നിങ്ങളുടെ നീരസമുണ്ടല്ലോ, അത് അവസാനിപ്പിക്കണം. പ്രധാനമന്ത്രി പദം ഞങ്ങൾക്ക് പുത്തരിയല്ല. ഇവരെ പറഞ്ഞല്ലോ, നിങ്ങള് അപ്പുറത്ത്, നിങ്ങൾ കൊഴിഞ്ഞാമ്പാറയ്ക്ക് അപ്പുറത്ത് ഒരുമിച്ചാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ഇവിടെ തന്നെ ഒരുമിച്ചല്ലേ സഹോദര?
HD ദേവഗൌഡയുടെ ഇവിടുത്തെ നിയമസഭാ പ്രതിനിധി HD ദേവഗൌഡ, അദ്ദേഹം ഒപ്പിട്ട് കൊടുത്ത ചിഹ്നത്തിൽ മത്സരിച്ച കെ കൃഷ്ണൻകുട്ടിയും നിങ്ങളുടെ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നണി NDAയും ഇവിടെ ഹൊസൂരിന്റെ അപ്പുറത്ത് നിങ്ങൾ ഒരുമിച്ചല്ലേ? നിങ്ങൾ പിന്നെ എന്താ ഈ വർത്താനം പറയുന്നത്? ഓക്കെ, എന്ത് വർത്താനാണ് ഇവർ പറയുന്നത്? ഞങ്ങൾ മതേതര വോട്ട് ഭിന്നിക്കാതിരിക്കാനുള്ള ശക്തി, അതിന്റെ തന്ത്രം ഞങ്ങൾ എല്ലായിടത്തും എടുക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ബംഗാളിലെ ഞങ്ങളുടെ PCC പ്രസിഡന്റ് അതുർ രഞ്ജൻ ചൗധരി പറഞ്ഞത് മുഹമ്മദ് സലീം എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറിനെ, CPMന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറിനെ വിജയിപ്പിക്കണമെന്ന് കോൺഗ്രസുകാരോട് KPCC പ്രസിഡന്റിന്റെ സ്ഥാനത്തിരിക്കുന്ന PCCയുടെ പ്രസിഡന്റ് പറഞ്ഞത് ജയിപ്പിക്കണമെന്ന്. രാജസ്ഥാനിൽ ഞങ്ങളുടെ സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് ഞങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെ രാധാകൃഷ്ണനെ ജയിപ്പിക്കണം ഓപ്പൺ ആയിട്ട് പറ. സഹോദര, ആ ചോദ്യത്തിന് അവിടെ ഒരുമിച്ച് നിന്ന ഇവിടെ പ്രിയപ്പെട്ട ഉല്ലാസ് ബാബു, നിങ്ങൾ അറിയണം അത് പറയാനുള്ള ശേഷി എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്ന്. അതായത് ഭാരത് ജോഡോ യാത്ര ഈ നാട്ടിൽ 2500% സാമ്പത്തിക വളർച്ച ഉണ്ടാക്കിയ അദാനിക്ക് വേണ്ടി ഈ നാടിനെ കുരുതി കൊടുക്കുന്നു. പെട്രോളിന്റെയും ഡീസലിന്റെയും വില റോക്കറ്റ് പോലെ കയറ്റിക്കൊണ്ട് ഈ നാട്ടിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. 410 രൂപയ്ക്ക് കൊടുത്ത ഗ്യാസ് 910 രൂപയ്ക്ക് കൊടുക്കുന്നു. രാഹുൽ ഗാന്ധി കന്യാകുമാരി സഹോദര രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്നിട്ടും വെടിവെക്കുന്ന നിങ്ങളുടെ നാറിയ രാഷ്ട്രീയം ഉണ്ടല്ലോ. രാഷ്ട്രപിതാവിനെ ഞാൻ പറഞ്ഞു വരട്ടെ, മഹാത്മാഗാന്ധിയുടെ ജയന്തി ദിനത്തിലും അദ്ദേഹത്തിന്റെ ഫോട്ടോയിലേക്ക് വെടിവെക്കുന്ന മാതാപിതാ ഗുരുദൈവം എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താ? നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ സംസാരിച്ചോ? നിങ്ങളെ വിഡിത്തം മുഴുവൻ ഞങ്ങൾ കേട്ടിരുന്നില്ലേ? ഇവിടെ 1 ലക്ഷം വോട്ട് പോലും തികച്ചു വാങ്ങിക്കാൻ കഴിയാത്ത ഈ മണ്ഡലത്തിലെ ആള് ഇവിടെ വന്ന് ആക്രോശിക്കുകയാണ്. ജനാധിപത്യ സംസ്കാരം. ഉത്തരേന്ത്യ അല്ല സഹോദര, കേരളമാണ്. ഉത്തരേന്ത്യ അല്ലത്. ഞാൻ പറയാം, ഞാൻ കൺട്രോൾ ചെയ്യാം. ഉത്തരേന്ത്യ അല്ല. ഒരു സംവാദത്തിന് പോലും ശേഷിയില്ലാത്ത തരത്തിൽ ആക്രോശം. ഇങ്ങനെ ബഹളം വെച്ചാൽ സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇങ്ങനെ ബഹളം വെച്ചാൽ സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങളൊന്ന് ഇരിക്കെ. ഞാൻ പറഞ്ഞോളാം, ഞാൻ നിയന്ത്രിച്ചോളാം. നിങ്ങൾ ഇരിക്കെ, ഞാൻ നിയന്ത്രിച്ചോളാം. പ്ലീസ്. യെസ് ചോദ്യത്തിന് ഞാൻ നിയന്ത്രിച്ചോളാം. ഇരിക്കെ. അല്ല ഇരിക്കെ, ഒന്ന് എല്ലാവരും പോയി ഇരിക്കെ. പ്ലീസ് ഒന്ന് പ്ലീസ് ഇരിക്കെ. തരാം. യെസ് ഞാൻ സംസാരിക്കും. ഞാൻ നിയന്ത്രിക്കും. ബഹളം വെച്ചിട്ട് കാര്യമില്ല. പ്ലീസ്, ബഹളം വെച്ചിട്ട് കാര്യമില്ല. ഇരിക്കൂ. എന്തിനാണ് തർക്കം? ഞാൻ തുടക്കത്തിൽ പറഞ്ഞാണ് ആരോഗ്യകരമായിട്ടുള്ള സംവാദം. ഞാൻ നിയന്ത്രിച്ചോളാം. നിങ്ങൾ ഇരിക്കൂ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഇരിക്കെ. യെസ്. മൂന്ന് പാനലിസ്റ്റുകളുടെ ശ്രദ്ധയ്ക്ക്, അതായത് ചോദ്യം ആരോടാണ്, അദ്ദേഹം മറുപടി പറയട്ടെ. ആ സമയത്ത് ദയവ് ചെയ്ത് ഇടപെടാതിരിക്കാം പ്ലീസ്. ഒരു കാര്യമുണ്ട്. ഇടപെടുന്നതിന്റെ ആവശ്യം എന്താ? അല്ലല്ല, മഹാത്മാഗാന്ധിയുടെ പടം വെച്ച് അതിലേക്ക് വെടിവെച്ചു വിടുന്നതെന്ന് പറയപ്പെടുന്ന ഒരു ദ്വയാർത്ഥ സ്വഭാവം. പറഞ്ഞാൽ നേരിടുക തന്നെ ചെയ്യും. ഒരു സംശയം അതിനൊന്നും ഭയമല്ല കേട്ടോ, അതിനൊന്നും ഭയമല്ല. നീ മനസ്സിലാക്കിക്കോ.
അങ്ങോട്ട് വാ. സജേഷ്, നോക്കാം. സജേഷ്, നോക്കാം. തീർന്നോ? നീ നോക്കാം. ഓ, ദയവേത് ഒന്ന് പ്ലീസ് ബി സൈലന്റ്. അതേ പറയട്ടെ, സജേഷ് പറയട്ടെ. സജേഷ് പറഞ്ഞപ്പോൾ സജേഷ് സഹോദരന്മാരെ, ഒരു മിനിറ്റ്. സഹോദരന്മാരെ, അഭ്യാസമൊന്നും വേണ്ട. നല്ല നട്ടലോട് കൂടി നിൽക്കുന്ന അഭ്യാസമൊക്കെ കയ്യിൽ വെച്ചോ. സഹോദരന്മാരെ, നിങ്ങളുടെ ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി വേണ്ടേ? പറഞ്ഞോ. അതായത് ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി. തുടങ്ങുമ്പോ അവിടെ CPM-കാർ അതിന് സിന്ദാബാദ് വിളിച്ചുണ്ടായിരുന്നു. പക്ഷെ അത് പാലക്കാട് കടന്ന EMS-ന്റെ നാട്ടിലേക്ക് പോയപ്പോ EMS പണ്ട് പറഞ്ഞു ഏത് ചവിത്താനെ കൂട്ടുപിടിച്ചും കോൺഗ്രസിനെ തോൽപ്പിക്കുമെന്ന്. ഇപ്പൊ മോദി പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി വരുമ്പോ അവിടെ ഒരു ബാനർ ഉയരുകയാണ്. എന്താണ് ബാനർ? ആ ബാനർ ഇവിടെ പൊറോട്ടയല്ല താരം, കുഴിമന്തിയാണ് എന്നാണ്. ഈ സ്യൂട്ട് ബ്യൂട്ട് സർക്കാരിനെതിരെ വലിയ സമരവുമായി രാഹുൽ ഗാന്ധി വന്നപ്പോ പൊറോട്ടയല്ല കുഴിമന്തിയാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു സംസ്കാരമാണ് കേരളത്തിലെ CPM-നെങ്കിൽ തമിഴ്നാട്ടിൽ കടന്നാൽ, കർണാടകയിലേക്ക് പോയാൽ, മഹാരാഷ്ട്രയിലേക്ക് പോയാൽ ജിന്ദാബാദ് ജിന്ദാബാദ്, രാഹുൽ ഗാന്ധി ജിന്ദാബാദ് ജിന്ദാബാദ് ജിന്ദാബാദ്, INC ജിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന CPM-കാരുണ്ട് അവിടെ. ഈ കേരളത്തിലെ CPM-കാരെ കണ്ടിട്ട് ഇന്ത്യയിലെ മുഴുവൻ CPM-കാരെ നിങ്ങൾ വിലയിരുത്തണ്ട. ഇന്ത്യയിലെ ഭൂരിഭാഗം CPM-കാരും മതേതരത്തിനൊപ്പം നിൽക്കുന്നവരാണ്, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നവരാണ്. അതിൽ വല്ല സംശയമുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രത്തിൽ നോക്കിയാൽ മതി. സീതാറാം യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ശ്രീ കെ ബാബു രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുന്നുണ്ടോ? അപ്പൊ ആരാണ് ഇടതുമുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ് ഒരു വോട്ടർ ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. 2004 മുതൽ 2004 തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സീറ്റ് നേടി ഒടുവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ സഖാവ് സുർജിത്തിന് അടുത്ത് വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അറിയോ? ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കണം എന്നാ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു അധികാരത്തിലേക്കല്ല, ജനങ്ങൾക്കൊപ്പം നിൽക്കാനാണ് ഇപ്പോൾ ആഗ്രഹം. ഒരു സീറ്റും വേണ്ട, ആ മന്ത്രി കസേരയിൽ ഒരു സീറ്റും ഞങ്ങൾക്ക് വേണ്ട, ഒരു ചെയർമാൻഷിപ്പും വേണ്ട. പക്ഷേ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വർഗീയത, മഹാത്മജിയെ കൊലപ്പെടുത്തിയ ഈ വിനായക് ഗോഡ്സെയുടെ ശിഷ്യന്മാരെ തകർക്കാൻ ഞങ്ങൾക്കൊന്നിക്കേണ്ടി വന്നാൽ അപ്പം ഞങ്ങൾ ആലോചിക്കും. ഇപ്പം മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ എന്ന മുന്നണിയുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതിന് തർക്കമൊന്നുമില്ല. ഇവിടെ കർഷകനെ കുറിച്ചിട്ട് വലിയ കരച്ചിലാ കരഞ്ഞു. കേൾക്കേണ്ട കരച്ചല്, എന്ത് കരച്ചിലാ? 365 ദിവസം ആ കൊടും തണുപ്പിനെയും ചൂടിനെയും വകവയ്ക്കാതെ ഇന്ത്യയിലെ കൃഷിക്കാരൻ മിനിമം പ്രൈസിന് വേണ്ടി അങ്ങ് ഡൽഹിക്ക് മുന്നിൽ സമരം നടത്തിയപ്പോൾ 754 കർഷകരാണ് അവിടെ മരണം വരിച്ചത്. അതിൽ എത്ര പേരെയാണ് നിങ്ങൾ കൊലപ്പെടുത്തിയത്? ഇപ്പോൾ കർഷകൻ സമരവുമായി നിങ്ങൾ പറഞ്ഞ വാക്ക് മോദിയുടെ ഗ്യാരണ്ടി അല്ലാതെ ഗ്യാരണ്ടി അല്ലാതെ നിങ്ങൾ കൊടുത്തുറപ്പ് 3 നിയമങ്ങൾ, വൈദ്യുതി ബില്ലിൽ ഭേദഗതി, ആ 4 ലംഘിച്ചപ്പോ ഇപ്പൊ കർഷകൻ സമരവുമായി വരുമ്പോ എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നടു റോട്ടിന് ആന കടക്കാതിരിക്കാനുള്ള റഞ്ച് വെട്ടിയതുപോലെയാണ് വെട്ടിയിരിക്കുന്നത്. മുള്ള ആണി നിരത്തിയിരിക്കുകയാണ്. അതിനപ്പുറത്ത് ഏറ്റവും വലിയ കണ്ടെയ്നറുകളെ കൊണ്ട് നിരത്തി അതിന് മുകളിൽ മുള്ളുവേലി കെട്ടി. ആരോടാണ് ഇവർ ചെയ്തത്? ഇവരാണോ കർഷകന്റെ രോദനം കേൾക്കുന്നത്? ഞങ്ങളൊരു സ്വിച്ചിട്ട് 6000 ഉലുവ കൊടുത്തു എന്നാ പറഞ്ഞു. 6000 ഉലുവ. അത് ആരോടാ പറയണറിയോ? ഈ കേരളത്തിലെ കർഷകര്. ഒന്ന് മനസ്സിലാക്ക് എന്റെ സുഹൃത്തെ. അല്ല പറയുന്നത് നീ പറഞ്ഞപ്പോ അവിടെ ഇരുന്നാണ് ഞാൻ. ആ വർത്താനം ഒന്നും പറയണ്ട, മനസ്സിലായിക്കോ? മനസ്സിലാക്ക് നിങ്ങള്. മിനിമം ഒരു കിലോ നെല്ലിന് പറയട്ടെ, 1 കിലോ നെല്ലിന് കേന്ദ്ര ഗവൺമെന്റ് തരുന്ന പൈസ 21 രൂപ 20 പൈസ, 80 അല്ല, മറക്കണ്ട. അതിൽ 8 രൂപ പറയട്ടെ, അതിൽ 8 രൂപ അഡീഷണൽ നമ്മൾ ചേർത്തി 28 രൂപ 20 പൈസ ഇവിടെ കൊടുക്കും. 1 കിലോനാണ്. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഈ വില കിട്ടുന്നുണ്ടെങ്കിൽ പറയട്ടെ, ഈ മോദിയുടെ പാർട്ടി ഭരിക്കുന്ന BJP ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഈ കേരളത്തിലെ കൃഷിക്കാരന് കിട്ടുന്ന വില കിട്ടുന്നുണ്ടോ? ചോദിക്കണം. 1 ഹെക്ടർ ഭൂമിയിൽ നെൽകൃഷി ചെയ്താൽ 3000 രൂപ റോയൽറ്റി കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. നിങ്ങൾ മനസ്സിലായിക്കോ? കൊടുത്തിട്ട് തന്നെ പറയുന്നത്, കൊടുക്കാണ്ടല്ല പറയുന്നത്. 2 ഉഴവുകൂലി, അത് കൃഷിക്കാരനറിയാം. എല്ലാ മാസവും 40-ാം തീയതി കിട്ടും. അതിലേക്ക് തന്നെ ഞാൻ വരുന്നത്.
അതിലേക്ക് വരാം. MLA ഒന്ന് ഇപ്പോ- പെട്ടെന്ന്. ഇല്ല, ഞാനൊരു കാര്യം 40 പറയട്ടെ. കേട്ടോ. ആർക്കാണ് ഇപ്പോ അസഹിഷ്ണുത? യെസ് അല്ല, ആരാടാണത് പറഞ്ഞല്ലോ. Yes. ഞാൻ പറഞ്ഞതിന് ശേഷം മിണ്ടിയില്ലല്ലോ. ഓക്കെ ഇത്തിരി സഹിക്കണം. പ്ലീസ് പ്ലീസ്. ഇത് കേരളമാണ് സുഹൃത്തെ. ഈ യുപിയും മറ്റേ മഹാരാഷ്ട്രയും രാജസ്ഥാനും കണ്ടിട്ട് ഇവിടെ മനസ്സിലായില്ലേ? Okay. അങ്ങനെ ഭയപ്പെട്ടു പോകുന്ന ആളുകളൊന്നും അല്ല ഈ ഇവിടെ ഉള്ളത്, മനസ്സിലായിക്കോ? യെസ് യെസ് അല്ല, ഈ വേറെ കാര്യം ഞാൻ പറയട്ടെ. കൃഷിക്കാരെ കുറിച്ചാണല്ലോ ഇവർ പറഞ്ഞത്. അത് നെല്ല് മറ്റേ ശേഖരിച്ച് അരിയാക്കി കൊടുത്താൽ അതിനുള്ള പൈസ തരും. ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പുള്ള നമ്മുടെ എന്താ ഹിന്ദു പത്രം വായിക്കണം. മലയാളം പത്രങ്ങളെല്ലാം അത് ത്യജിച്ചു. അതിലെന്താ പറഞ്ഞ്? സെൻട്രൽ റിലീസ് പാഡി പ്രൊക്യൂർമെന്റ് ഡ്യൂസ് ടു സ്റ്റേറ്റ് ആഫ്റ്റർ 5 years. കണ്ടോ എത്ര കോടിയാ? 852 കോടി അള്ളി വെച്ച് അണയിരുന്നവരാ നിങ്ങൾ. ഈ കേരളത്തിൽ നെല്ലെടുത്തതിന്റെ വകയിൽ കൊടുക്കാനുള്ള പൈസ തരാത്തവർ ഇപ്പോഴും തരണം. 776 കോടി തരണം. പക്ഷേ ഏതെങ്കിലും ഒരു കൃഷിക്കാരന് ഇപ്പോൾ പൈസ കഴിഞ്ഞ 2 ടേമുകളായി അളന്ന നെല്ലിന്റെ വില കൊടുക്കാണ്ടോ നോക്ക്. നിങ്ങളല്ലേ പറഞ്ഞ് ബാങ്കുകൾ മാറ്റണം എന്ന് പറഞ്ഞ്. ഞങ്ങൾ സഹകരണ ബാങ്കിലൂടെ ആ നെല്ലിന്റെ വില 15 ദിവസം കൊണ്ടാണ് ഞങ്ങൾ കൊടുത്ത്. അത് മാത്രമാണോ? നെൽ കർഷകൻ ഉൾപ്പെടെ ഞാൻ പറയാം, നെൽ കർഷകന്റെ തന്നെ പറയണത്, നെൽ കർഷകൻ ഉൾപ്പെടെ 1600 രൂപ പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനം നിങ്ങൾ ചൂണ്ടിക്കാണിക്കേ. നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനം പറ, എന്നിട്ടല്ലേ പറയേണ്ടത്. അത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. 17,200 രൂപ ഉഴവ് കൂലി ഇനത്തിൽ കൊടുക്കും. ഒരു വർഷം ഞങ്ങൾ കൊടുക്കുന്നത് കൃഷിക്കാരന് 67,000 രൂപ എഴുതി വെച്ചു. എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോ പറഞ്ഞോ. പിന്നെ ഗ്യാരണ്ടിയെ കുറിച്ചൊക്കെ പറഞ്ഞു. മോദിയുടെ ഗ്യാരണ്ടി 2014 71 രൂപയുണ്ടായിരുന്നു. എന്തിന്? പെട്രോൾ. മനസ്സിലായോ? അതിന് അന്ന് $113 ആഗോളടിസ്ഥാനത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില. ഇന്ന് 83 രൂപയാ, $83 ക്രൂഡ് ഓയിലിന്റെ വില. പക്ഷേ ഇന്ന് നിങ്ങൾ ഊറ്റിയെടുക്കുന്ന പണം എത്ര? 71 നിന്നും 105 രൂപ. ആരെയാണ് നിങ്ങൾ കൊള്ളയടിക്കുന്നത്? ഇതാണോ നിങ്ങളുടെ ഗ്യാരണ്ടി? ഖത്തോവിലെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത ആ കുട്ടിയുടെ രോദനം ഇയാളുടെ ചെവിയിൽ കേൾക്കില്ല. കേൾക്കോ? സാക്ഷി മാലിക് ഉൾപ്പെടെ 7 വനിതാ ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ചതിന് കൂട്ടുനിന്നവരാണ് നിങ്ങൾ. നിങ്ങൾ അത് മനസ്സിലല്ല. ഞാൻ പറയട്ടെ, ഗ്യാരണ്ടിയാണല്ലോ ശ്രീ നാരി ശക്തി അല്ലേ? നാരി ശക്തി എന്നല്ലേ പറഞ്ഞത്? ഒരു ഗ്യാസ് സിലിണ്ടറിന് 411 രൂപ ഉണ്ടായിരുന്നു. ഇന്ന് എത്ര രൂപയാ? ഇന്ന് എത്ര രൂപയാ നിങ്ങൾ പറ? 100 രൂപ മാർച്ച് 8 കുറച്ചു വനിതാ ദിനം. ആയിക്കോട്ടെ, ഇപ്പൊ എത്രയാ? 970 രൂപ കൊടുക്കണം. 411 നിന്നും നിങ്ങളല്ലേ ഈ ഗ്യാരണ്ടി പറഞ്ഞ് കൊള്ളയടിച്ചത്? ഈ ഇന്ത്യയിലെ ജനത എത്ര കണ്ടുകൊള്ള? 10.5 ലക്ഷം കോടിയാണ് ഇവർ ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി തള്ളിയത്. എന്നാൽ ഏതെങ്കിലും ഒരു കൃഷിക്കാരന്റെ ഒരു നയ പൈസ തള്ളിയിട്ടുണ്ടോ? എന്തേ തള്ളാത്തത്? പിന്നെ ആര് പ്രധാനമന്ത്രിയാവും? അതിലൊരു ആശങ്കയും വേണ്ട. ഞങ്ങൾ എല്ലാ സ്ഥലത്തുമുണ്ട്, ധരിക്കും വേണ്ട. കേവലം 37% വോട്ട് ഇന്ത്യയിൽ നിങ്ങൾക്കില്ല. നിങ്ങൾ ഓരോ സ്റ്റേറ്റിലും ഭരണമുണ്ടാക്കുന്നത് വില കൊടുത്ത് വാങ്ങിച്ചതാണ്. ഏതാ വില അറിയോ? ഈ ഇലക്ട്രൽ ബോണ്ട് മാത്രമല്ല, 1700 കോടി രൂപയുടെ PM കെയർ അഴിമതി. ആ കള്ളൻ പണം കൊണ്ടാണ് ഈ ഇന്ത്യയിലെ ജനങ്ങൾ തെരഞ്ഞെടുക്കുമ്പോ ചുളുവിന് വില കൊടുത്ത് അവരെ വിലക്ക് വാങ്ങുക, എന്നിട്ട് ഗവൺമെന്റ് ഉണ്ടാക്കുക. ഇപ്പൊ എന്താ അരുണാചൽ പ്രദേശിൽ അല്ലേ പേമ ബന്ധു എന്താ ആ കക്ഷിനെ ആരാപ്പോ പിടിച്ചത്? 42 സീറ്റോട് കൂടിയാണ് കോൺഗ്രസിന്റെ ആളുകളായിട്ട് ജയിച്ച് അല്ലേ? അല്ലേ? എന്നിട്ടോ കേരളത്തിലല്ല, എവിടെ വേണമെങ്കിലും വരും. മനസ്സിലായിക്കോ? അതിനൊന്നും ഒരു പേടിയൊന്നുമില്ല ഞങ്ങൾക്ക്. കേരളം ഒരു സംശയം വേണ്ട. അതിനൊക്കെ മാതൃകാപരമായ വികസനം. പിന്നെ അയ്യോ ഭയങ്കര റോഡ് വന്നു. ഈ 10 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ മധുരയിൽ ഒന്ന് പോണം. മധുര വഴിക്ക് പോയി കഴിഞ്ഞാൽ അങ്ങ് കന്യാകുമാരി മുതൽ കാശ്മീർ വരില്ല, ഒന്നാന്തരം റോഡ് കാണും. മനസ്സിലായില്ലേ? ഈ മോദി ജനിക്കുന്നതിന് മുമ്പേ ആകാശത്തേക്ക്
SLV-യും VSLV-യും വിട്ട നാടാ Okay, ഇന്ത്യ. okay, okay, അത് okay. മനസ്സിലായിക്കോളൂ. Yes, yes, okay. ആ വികസനം നമ്മൾ മറന്നു പോകരുത്. Okay. അത് ഈ രാജ്യത്തിന്റെ പുരോഗതിയിൽ അതിന് തുടർച്ചയായി കിട്ടിയ അവസരത്തെ ഉപയോഗപ്പെടുത്താൻ, Yes. അല്ലാതെ നാം പുതിയതായി എന്ത് ചെയ്തു എന്ന് പറഞ്ഞ കിലോമീറ്റർ ഏത് റോഡാ ഇവര് പറയുന്നത്? ഓക്കെ ഓക്കെ കൺട്രോൾ പ്ലീസ് ഉല്ലാസ് ബാബു പെട്ടെന്ന് പറയാലോ? ആ. പെട്ടെന്ന് പറയരുത്, സമയം പെട്ടെന്നാവൂല. സമയം ആ. ആദ്യം തന്നെ ഇദ്ദേഹം പറഞ്ഞു ഇന്ത്യ സംസ്ഥാനത്ത് മൊത്തം ഭരണം പാവങ്ങൾ കൈയടിച്ചു. ഞങ്ങളുടെ കാര്യം പറഞ്ഞു, നിങ്ങളുടെ കാര്യമല്ല, നിങ്ങൾക്ക് അതാവൂല. 50 കൊല്ലം തപസ്സിരിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ മഹാരാജ്യത്ത് ഇവിടുത്തെ അവിടെ ഇവിടെ അല്ലാണ്ട് ഉണ്ടാവൂല. 2, അങ്ങ് പറഞ്ഞു ഇതിന്റെ തൊട്ട് മുൻപായിട്ട് അവിടെ നിന്ന് തുടങ്ങാൻ നമുക്ക്. ഉന്നത വിദ്യാഭ്യാസ മേഖല അതിഗംഭീരമായതുകൊണ്ട് വിദ്യാർത്ഥികളെ മുഴുവൻ ഞങ്ങൾ അങ്ങോട്ട് പഠിപ്പിക്കാൻ വിടുകയാണെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, തല കുനിക്കണം കേരളം. വൃദ്ധസദനമാക്കി മാറ്റിയാണ് കേരളത്തിലെ കുട്ടികൾ. +2 കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും എല്ലായിടത്തേക്കും പോയി പഠിക്കേണ്ടി വന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ കഴിവുകെട്ട മന്ത്രിമാർ ഇടതുപക്ഷത്തുണ്ടായത് കൊണ്ടാണ്. ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു, ഒരു വലിയ വൈറലായ സംഭവമല്ലേ ട്രോള്, ഓൾ ടെൻഷൻസ് ഓൺ മൈ ഹൗസ്, ടെൻഷൻസ് ഇൻ മൈ ഹെഡ് എന്ന് പറഞ്ഞില്ലേ. ആ ഹെഡ് മര്യാദക്ക് ഭരിക്കാത്തത് കൊണ്ടാണ് എല്ലാവരും നാട് വിട്ടുപോയത്. നരേന്ദ്രമോദി അങ്ങനെയല്ല സർ. ഓൾ ടെൻഷൻസ് ഓഫ് നേഷൻ അദ്ദേഹത്തിന്റെ തലയില. അത് കൃത്യമായി അദ്ദേഹം നടപ്പിലാക്കുന്നത് കൊണ്ടാണ് ഈ രാജ്യം വികസനത്തിന്റെ പാതയിലേക്ക് വരുന്നത്. 2, അങ്ങ് പറഞ്ഞു മഹാഭാരതത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞു, അതിന് മറുപടി പറഞ്ഞിട്ടുണ്ടായില്ല. മഹാഭാരതവും രാമായണമൊക്കെ വിശ്വസിക്കുന്നവന്റെ വോട്ട് വേണ്ടെന്നൊന്ന് പറയാനുള്ള നട്ടല് കാണിക്കുന്നേ. അതിൽ അംഗീകാരം പറ. അവിടെ എത്തിയപ്പോ ഒന്ന് സ്കിപ്പ് ചെയ്തു പോയല്ലോ. 2, അങ്ങ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിനപ്പുറത്തുള്ള കൊലപാതകങ്ങളും വിഷമങ്ങളും ദയനീയതകളും സമരങ്ങളൊക്കെ കണ്ടല്ലേ? സിദ്ധാർത്ഥന്റെ അച്ഛന്റെ വിഷമവും സങ്കടം കണ്ടില്ല? വാളയാറിൽ കെട്ടിത്തൂക്കിയിട്ട 2 മക്കളുടെ വീട്ടുകാരുടെ വിഷമം കണ്ടില്ല? വണ്ടിപ്പെരിയാറിലെ കുട്ടിയുടെ വിഷമം കണ്ടില്ല? ആലപ്പുഴയിൽ ഒളിക്യാമറ കച്ചവടക്കാരുടെ പ്രശ്നം നിങ്ങൾ കണ്ടില്ല? ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കിടക്കുന്ന PSC വിദ്യാർത്ഥികളുടെ പ്രശ്നം നിങ്ങൾ കണ്ടില്ല? നിങ്ങൾക്ക് കാണാൻ പറ്റൂല, ഇങ്ങനെ വാഹിനി നോക്കി ഇരിപ്പല്ലേ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. 2, നിങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾക്ക് വലിയ വിഷമമുണ്ട്. ഇന്ത്യ മൊത്തത്തിൽ CPM-നെ കുറിച്ച് ഉദാഹരിച്ച് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അനിൽ നമ്പ്യാർ, ഇവരവിടെ ഒന്നും ഇല്ലല്ലോ, ഇവര് കേരളത്തിലല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഈ കേരളത്തെ ഉദാഹരിച്ച് പറയാം. 2, KM മാണിയുടെ മകൻ മറ്റേ ജോസ് കെ മാണിയും അദ്ദേഹത്തിന്റെ MLA റോഷി അഗസ്റ്റിനും നിങ്ങളുടെ മന്ത്രിയല്ലേ ഇപ്പോ? കോഴമാണിയെ കുറിച്ച് ഇവിടുത്തെ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടല്ലോ, 1,90,000 എന്നൊക്കെ പറയുന്ന മന്ത്രി, ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭ്യാസങ്ങളൊക്കെ നിയമസഭയിൽ കൃത്യമായി ഞങ്ങൾ കണ്ടതാ. കോഴമാണിക്കെതിരെ നിങ്ങൾ മുദ്രാവാക്യം വിളിച്ച ആ വ്യക്തിക്ക് അതിന്റെ മകനെയും അവരുടെ മന്ത്രിയെയും നിങ്ങളുടെ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നപ്പോ തീർന്നോ? KB ഗണേഷ് കുമാറിന്റെ അച്ഛൻ ജയിലിൽ കിടന്ന സമയത്ത് VS അച്യുതാനന്ദൻ നിങ്ങളുടെ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ അല്ലേ? എന്താ പറഞ്ഞ് ഇപ്പൊ നിങ്ങളുടെ മന്ത്രിയാ. 2, മുസ്ലിം ലീഗിനോടുള്ള നിങ്ങളുടെ നയം എന്തപ്പോ മാറിയോ? വർഗീയത രാഷ്ട്രീയമൊക്കെ മാറിയോ? 3, നിങ്ങൾ അനിൽകുമാറിനെ ഒഡോപെക്കിന്റെ ചെയർമാൻ ആയിട്ടില്ലേ? നേരത്തെ പറഞ്ഞ കുട്ടികളെ കയറ്റി അങ്ങോട്ട് പഠിക്കാൻ വിടുകയും വിദ്യാർത്ഥികൾ ജോലി തേടി അവർ അങ്ങോട്ട് പോകുന്നുണ്ട്, കൈയടിച്ച് വിടുന്നുണ്ടെന്ന്. ഇവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കണം. ഒരു നല്ലൊരു കാര്യം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ വന്ന് ഈ നാട്ടിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ പറയുന്ന തമിഴ്നാടും നിങ്ങൾ പറയുന്ന കർണാടകയും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും തിരക്ക് കൂട്ടുകയാണ്. ഈ നാട്ടിലേക്ക് ഫാക്ടറി വരണം, പണിയുണ്ടാകണം എന്ന് പറഞ്ഞ്. അപ്പൊ ഇവരുണ്ടല്ലോ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ കാച്ചും കൊണ്ടുവന്ന ഇവരുടെ മറ്റ ആളുകൾ ചെല്ലും കൊടിയും പിടിച്ചിട്ട് പൂട്ടിപ്പോ. ഒരു തൊഴിലവസരം ഉണ്ടാക്കാൻ പ്രാപ്തിയില്ലാത്ത ആളുകൾ, ഈ മഹാബ്രാക്കുകളെ അറിവിൽ നിന്ന് അറിവുള്ളവന്റെ അഭ്യാസമാണ്. അറിവുള്ളവനെ അവിടെ തന്നെ നിർത്തുക, അറിവില്ലാത്തവനെ അവിടെ തന്നെ നിർത്തി അധികാരത്തിന്റെ കീഴിൽ അടിമപ്പെടുത്തുന്ന രാഷ്ട്രീയ നയം നടത്തി ഒരു തൊഴിലവസരം സൃഷ്ടിക്കാൻ കഴിവില്ലാത്ത ആള് പറഞ്ഞോട്ടെ. 2, വലിയ വിക്ഷേപണത്തെ കുറിച്ച് പറഞ്ഞല്ലോ, കമ്പ്യൂട്ടറിനെ കുറിച്ച് സമരം ചെയ്ത്, ട്രാക്ടറിനെ കുറിച്ച് സമരം ചെയ്ത്, ഒരു നാണക്കേടില്ലാണ്ട് ഇപ്പൊ വിക്ഷേപണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. 3, ഞങ്ങൾ മാതൃവന്ദൻ യോജനയായാലും ഫസൽ ബീമ യോജനയായാലും 12 റുപ്യന്റെ ഇൻഷുറൻസ് ആയാലും പറഞ്ഞ കാര്യം കൃത്യമായി അക്കവടിയോടുകൂടി നടത്തും. നിങ്ങളുടെ മാതിരി ഇവരെല്ലാം പറയും 40-ാം തീയതി കിട്ടും, അല്ലെങ്കിൽ ഫെബ്രുവരി 31-ാം തീയതി തരും, അല്ലാണ്ട് നിങ്ങൾക്ക് കിട്ടൂല. റേഷൻ കട, സപ്ലൈകോ, പെൻഷൻ, പാവപ്പെട്ടവരെ ആ കരുവന്നൂർ പോലത്തെ ബാങ്കില് കാശ് കൊണ്ടിട്ട മഹാപ്രാക്കോള് വാട്ടം തിരിയാണ്. നിക്ക് സാർ,
മോദിയുടെ ഗ്യാരണ്ടിയെ കുറിച്ച് പറഞ്ഞു. ഇ.പി. ജയരാജൻ നിങ്ങളുടെ നേതാവല്ലേ? ആ ഇ.പി. ജയരാജൻ വന്ദേ ഭാരതിൽ ഇരുന്നിട്ട് ആ മോദിയുടെ ഗ്യാരണ്ടിയെ കുറിച്ച് അംഗീകരിച്ച ചരിത്രം ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക. വന്ദേ ഭാരതിൽ ഇരുന്ന് ഇ.പി. ജയരാജൻ അംഗീകരിച്ചു മോദിയുടെ ഗ്യാരണ്ടിയുടെ ഗുണം. അദ്ദേഹം പറഞ്ഞു നല്ല കാര്യമാ. മോദിയുടെ ഗ്യാരണ്ടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ കൈപ്പിടിച്ച് സമൂഹത്തിനകത്ത് വ്യക്തമായി കൊണ്ടുവന്ന് പ്രവർത്തിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ച് സ്വയം പര്യാപ്തത നേടുന്ന കൃത്യമായ ശൈലിയ. നിങ്ങളെ മുഖ്യമന്ത്രി നടത്തുന്ന അഭ്യാസങ്ങളും നുണയും തട്ടിപ്പുമല്ല. നിങ്ങൾ ക്യൂബയിൽ ഒരു വാക്സിൻ ഉണ്ടാക്കിയല്ലോ, എല്ലാവരും കേൾക്കണം. കോവിഡ് കാലത്ത് ഇവരുടെ മുഖ്യമന്ത്രി ആ പാവപ്പെട്ട പാത്തുമ്മ ആട് വിറ്റ് കാശ് കൊടുത്തു. പാവപ്പെട്ട കുഞ്ഞുമക്കൾ ഭണ്ഡാരത്തിൽ അവരിട്ട് കാശ് കൊടുത്തു. ആ കാശിന്റെ എന്തിനാ? വാക്സിൻ ഉണ്ടാക്കാൻ, ക്യൂബയിൽ നിന്ന് വാക്സിൻ കൊണ്ടുവരാൻ. ആ ക്യൂബയിൽ നിന്നുള്ള വാക്സിൻ വന്നോ? രണ്ട്, റോഡ് വികസനം ഉണ്ടായില്ല. അതുകൂടി പറഞ്ഞു. റോഡ് വികസനം നരേന്ദ്രമോദി ചെയ്തു തന്നില്ല. ഇവരുടെ മരുമകനുണ്ടല്ലോ റിയാസ്, ആ തലശ്ശേരി ബാസി ബൈപ്പാസിൽ പോയി പടെടുത്തല്ലോ സെൽഫി. ആ റോഡ് വികസനം കേന്ദ്ര സംവിധാനത്തിന്റെയാ. കിലോമീറ്റർ കണക്കിന് റോഡ്, പാലം എല്ലാം തന്നില്ലേ? അതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഒരു നാണവുമില്ലാതെ എന്തായാലും പാനലിസ്റ്റുകളോട് വീണ്ടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, വോട്ടർമാരുടെ ചോദ്യങ്ങളിലേക്ക് പോകാനാണ് ജനസഭ സംഘടിപ്പിക്കുന്നത്. ഇങ്ങനെ വിശദമായി 3 പാനലിസ്റ്റുകളും സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യങ്ങൾ ഒന്നിലേക്ക് ഒതുങ്ങും. അതുകൊണ്ട് ദയവ് ചെയ്ത് സഹകരിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത സെഷന് അത് പാലിക്കുമെന്ന് ഞാൻ കരുതുന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ജനസഭ തുടരുകയാണ്. അടുത്ത സെഷനിലേക്ക് കടക്കുന്നു. ചോദിക്കാം. ആർക്കാണ് ചോദിക്കട്ടെ? ചോദിക്കും. മൈക്ക് തന്നാ മതി തിരിച്ച്. ആരോടാ? UDFന്റെ പ്രതിനിധിയോടാണ്. നിങ്ങൾ എവിടെയോ കർണാടകയ്ക്ക് പോയിട്ട് വന്നിട്ട് കൃഷ്ണൻകുട്ടിയും ദേവഗൌഡിയും മാത്യു ടി തോമസും ഉള്ള പോലെ ഒന്ന് തോന്നിയെന്ന് പറഞ്ഞു. വ്യക്തമായ ദിവസവും വായിക്കുന്നവർ മനസ്സിലാക്കാം. അത് മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും അതിനും ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കോൺഗ്രസ്സുകാർ മാപ്പ് ചെയ്തതിനെയൊക്കെ കേസിന് പോയിട്ടുണ്ട്. പ്രതി ഉടൻ തന്നെ പിടിയിലാവും. അതുകൊണ്ട് കോൺഗ്രസ്സുകാർ വേവലാതിപ്പെടണ്ട. സാർ ഗ്യാരണ്ടി എവിടെ സാർ? 2000 നോട്ടൊന്നുണ്ടെങ്കിൽ തരുമോ? 2000 നോട്ടൊന്നുണ്ടെങ്കിൽ തരുമോ? ഒരു സുപ്രഭാതത്തിൽ ഒരു രാത്രിയിൽ 500ഉം 1000ഉം അടിച്ചിട്ട് 2000 ഇറക്കിയതാണല്ലോ. എന്ത് അഴിമതി കഴിഞ്ഞ്? എവിടെ ഇപ്പൊ 2000 നോട്ട്? ചോദ്യം വ്യക്തമാണ്. ആദ്യം മറുപടി പെട്ടെന്ന്. പ്രിയ ജനതാദളിന്റെ പ്രവർത്തകർ ചോദ്യത്തിന് മാത്രം മറുപടി പറയാം. അദ്ദേഹം പറയുകയാണ് ദേവഗൌഡ വേറെ, കെ കൃഷ്ണൻകുട്ടി വേറെ എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, HD ദേവഗൌഡ എന്ന ദേശീയ പ്രസിഡന്റ് ഒപ്പിട്ട് കൊടുത്ത ചിഹ്നത്തിൽ മത്സരിച്ച ശ്രീ കെ കൃഷ്ണൻകുട്ടിക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ ആ പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവിൽ ഇപ്പോഴും തുടരുകയാണ്. അദ്ദേഹത്തിന് അത് മാറിയാൽ അദ്ദേഹത്തിന് അയോഗ്യത വരും. അത് നിയമപ്രശ്നമാണ്. അയോഗ്യത വരും. ദേവഗൌഡയുടെ അതേ ചിഹ്നത്തിലാണ്, കറ്റയേന്തിയ കർഷക സ്ത്രീയുടെ ചിഹ്നത്തിലാണ് മത്സരിച്ചത്. ആ ചിഹ്നമാണ് ഇവിടെ ഉള്ളത്. കറ്റയേന്തിയ കർഷക സ്ത്രീ. മറുപടി താങ്കൾ ചോദിച്ചല്ലോ. മറുപടി പ്രിയപ്പെട്ട BJPയുടെ പ്രതിനിധി ഇവിടെ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കി എന്നതിനെ സംബന്ധിച്ച് വലിയ പൊളിറ്റിക്സിൽ ബിരുദമുള്ള നരേന്ദ്രമോദി പഠിച്ചതുപോലെയുള്ള യൂണിവേഴ്സിറ്റികളാണോ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കുന്നത്. എൻഡയർ പൊളിറ്റിക്സിൽ ബിരുദമുള്ള ഇമ്മാരി ബെഡായാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. 30 ലക്ഷം ആളുകൾക്ക് തൊഴിൽ കൊടുത്തിട്ടില്ല. ചോദ്യത്തിന് മറുപടി പറഞ്ഞു താങ്കൾ. ഇനി അദ്ദേഹം പറയട്ടെ പ്ലീസ്. അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം കവല പ്രസംഗം കഴിഞ്ഞോ? പ്ലീസ് പെട്ടെന്ന് ഞാൻ ചോദിച്ചോട്ടെ. സാർ 2000 നോട്ടൊന്നും കയ്യിൽ വെക്കാൻ പറ്റില്ല. അക്കൗണ്ടിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് തരാം കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അക്കൗണ്ടിലൂടെ തരാൻ പറ്റുള്ളൂ. കള്ളപ്പണം അല്ലേ? ട്രാൻസ്ഫർ ചെയ്ത് തരാം. ചോദിച്ചാൽ മതി. അക്കൗണ്ട് നമ്പർ തന്നാൽ മതി. അയച്ചു തരാം കേട്ടോ. 2000 ഉറുപ്പിയല്ലേ? ഇപ്പൊ തരാം കേട്ടോ. അതൊന്നും കയ്യിൽ വെക്കല്ലേ, കള്ളപ്പണമാണെന്ന്. ഉല്ലാസ് പ്ലീസ്. അടുത്ത ചോദ്യം. ദയവേത് ബഹളം വെക്കരുത് പ്ലീസ്. നിങ്ങൾ ചോദിച്ച് നിങ്ങൾക്ക് മറുപടി കിട്ടിയില്ലേ? മിണ്ടാതിരിക്കൂ, ചോദിക്കൂ പ്ലീസ്. അതായത് എനിക്ക് LDFന്റെ പ്രതിനിധിയോടാണ് ചോദിക്കാൻ. LDFന്റെ പ്രതിനിധിയോട് പ്ലീസ്. സാർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ
പറമ്പിക്കുളം ആളിയാർ പദ്ധതി 1000 വെക്കാൻ പാടില്ല. പുതുക്കുമെന്ന് ഇടതുപക്ഷത്തിന്റെ മാനിഫെസ്റ്റോയിൽ പ്ലീസ് ഉല്ലാസ്. എന്തുകൊണ്ട് ഈ നിമിഷം വരെ അത് പുതുക്കി? ഒന്ന്. രണ്ടാമത് 3/87 സാറിനോട് അതിന് വിശദീകരിച്ച് തരേണ്ട കാര്യമില്ല. അത് 3/87 ഇവിടെ ഞങ്ങളുടെ ഈ RBCയുമായി ബന്ധപ്പെട്ടിട്ട് അത് നിങ്ങൾക്കറിയാം. ഇത് ഞങ്ങളുടെ ഈ പ്രദേശത്തുള്ളവരുടെ എല്ലാ കാലത്തെയും ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങൾ അതിന് വേണ്ടി ഒരുപാട് കാലം നിൽക്കുന്നുണ്ട്. അതെന്തായി? അത് താങ്കൾ മറുപടി പറയണം. ഉല്ലാസ് സാറിനെ കൊണ്ട്, അദ്ദേഹം നല്ല പെർഫോമറൊക്കെയാണ്. സാറിനെ കൊണ്ട് ഒരു കാര്യം പറയട്ടെ സാർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസിൻ്റെ ഭൂരിപക്ഷം 1,58,000 വോട്ടാണ്. എന്ന് വെച്ചാൽ 52% വോട്ട് നേടിയിട്ടാണ് അവർ വിജയിച്ചത്. NDAയുടെ സ്ഥാനാർത്ഥിക്ക് എത്ര ശതമാനമാണെന്നറിയോ? 8%. അതെ, 84,000. അപ്പോൾ എന്ത് ഗ്യാരണ്ടിയുടെ പേരിലാണ് ഈ 8% മാത്രമുള്ള നിങ്ങളുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നതോടെ എനിക്ക് അറിഞ്ഞാൽ മതി. നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ല? ഈ പറമ്പിക്കുളം ആളിയാർ കരാറ് എല്ലാവർക്കും അറിയാം. 2 ടേമും 6 മാസമായി, അല്ല 6 വർഷമായി. ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയെയും ഇറിഗേഷൻ മിനിസ്റ്ററെയും വൈദ്യുതി വകുപ്പ് മന്ത്രിയെയും നേരിട്ട് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് കരാറ് സംബന്ധിച്ച് പുതുക്കാനുള്ള തീരുമാനമെടുത്ത ഒരു ഗവൺമെൻറ്റാണ് ഈ കേരളത്തിലെ ഗവൺമെൻറ്. അല്ല പറയട്ടെ, പുതുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കും അറിയാം. പുതുക്കാത്തതിൻ്റെ ഏക കാരണം, ഏത് കാര്യത്തിൽ ഇടപെട്ടാലും ഏറ്റവും ആദ്യം തമിഴ്നാട് ഗവൺമെൻറ് എവിടെ പോകും? സുപ്രീം കോടതി പോകും. ആ സുപ്രീം കോടതിയിലെ കേസ് നിലനിൽക്കെ തന്നെയാണ് മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ട് അവിടെ നിന്നുള്ള മന്ത്രിമാരെ കൊണ്ടുവന്ന് കേരളത്തിലെ വൈദ്യുതി വകുപ്പ്, അന്നത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിയും അന്നത്തെ ഇറിഗേഷൻ മിനിസ്റ്ററായ കൃഷ്ണൻകുട്ടിയേട്ടനും ഇവരും ചേർന്നിട്ടാണ് തിരുവനന്തപുരത്ത് യോഗം ചേർന്നത്. അതിൽ പങ്കെടുത്തൊരു ആളെന്ന നിലയ്ക്കാണ് ഞാൻ പറയുന്നത്. ഒന്ന്. രണ്ടാമത്തത്, ആ കരാർ അനുസരിച്ച് അന്ന് കിട്ടിയിരുന്ന വെള്ളം നമുക്ക് ശരിക്ക് പോരാ. 7.25 TMC ഉണ്ട്, നമുക്ക് എവിടെ എത്തുന്നില്ല. ഒന്നാമത് ഇപ്പോൾ വെള്ളത്തിൻ്റെ ലഭ്യത കുറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ചില കരാർ, ഇതിന് അനുബന്ധമായ ചില ഇടങ്ങളിലുള്ള കരാറും അതിനനുസരിച്ചുള്ള വെള്ളത്തിൻ്റെ അളവും കൂട്ടിയെടുക്കാനുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് പോകുന്നത്. ഇത് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോഴുണ്ട്, നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമ്മൾ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് കരുതിയിരുന്നൊരു പദ്ധതിയാണ് കുരിയാർ കുറ്റി കാരപ്പാറ. അത് മാറ്റി പറയട്ടെ, ആ കുരിയാർ കുറ്റി നമ്മൾ ഒഴിവാക്കി കാരപ്പാറ പദ്ധതി എന്ന നിലയ്ക്ക് അതിൻ്റെ DPR തയ്യാറാക്കി ടാറ്റ കൺസൾട്ടൻസി ഏൽപ്പിച്ച് അതിൻ്റെ നടപടിക്രമമായിട്ട് പോകുന്നുണ്ട്. അത് എന്ത് തന്നെയായാലും ഈ 2 ക്രമവും പൂർത്തീകരിക്കപ്പെടുന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് ഈ ഗവൺമെൻറ് പോകുന്നത്. RBCയുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ, അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചതും അതിനാവശ്യമായ സ്ഥലം ഏറ്റെടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിച്ചിട്ടേ അല്ല ആവും, അതെല്ലാം ആവും. ഒന്നും ആവാതിരുന്നിടത്ത് നിന്നാണ്, അല്ല പറയട്ടെ, ഒന്നും ആവാതിരുന്നിടത്തു നിന്നാണ് ഇതൊക്കെ തുടങ്ങുന്നത്. കുരിയാർ കുറ്റിയെ കുറിച്ച് പറഞ്ഞാൽ എത്ര കോടി രൂപയാണ് അതിനുവേണ്ടിയുള്ള കെട്ടിടങ്ങൾ, അതിനുവേണ്ടി വാങ്ങിച്ച യന്ത്രങ്ങൾ എവിടെയാണ് കിടന്നത്, എത്ര കണ്ട് തുരുമ്പടിച്ചു, ഏത് കാലത്താണെന്നൊക്കെ നന്നായിട്ട് ഇവിടുത്തെ കൃഷിക്കാർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലേക്ക് പോണ്ട, കാരണം നമ്മുടെ ആവശ്യങ്ങളാണ് നമ്മൾ അംഗീകരിച്ചു കൊണ്ടുപോകുന്നത്. അത് നമ്മൾ ചെയ്യാൻ തന്നെയാണ്. പിന്നെ അല്ല ഞാൻ ചോദിച്ചോട്ടെ, പിന്നെ മൂലത്തറ പുതുക്കുന്നതും ഇതൊക്കെ അതിന്റെ ഭാഗമാണല്ലോ. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഇവിടെ പറഞ്ഞത്, പിന്നെ വേറെന്താ അതന്നെയല്ലേ പറഞ്ഞത്. മറ്റൊരു കാര്യം, എനിക്ക് വെള്ളമൊന്നും വേണ്ട, അങ്ങനെയൊന്നും വെള്ളം കൂടി നടക്കില്ല, അതിന് അപ്പുറമാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, UDFനെ സംബന്ധിച്ച് ആത്മവിശ്വാസം നല്ലത് തന്നെയാണ്. 2019 തെരഞ്ഞെടുപ്പിൽ 1,58,000, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എത്രയാണ് LDFന്റെ ഈ 7 നിയമസഭാ സാമാജികന്മാർ എത്ര ഭൂരിപക്ഷത്തിലാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് ഒന്ന് ഇന്ന് ഉറങ്ങുമ്പോൾ ഒന്ന് അതിന് മുമ്പൊന്ന് ആലോചിച്ച് കിടക്കുന്നത് നല്ലതാണ്. അല്ല, അതേ നിയമസഭയിലെ അതിനും അപ്പുറമുള്ള ഭൂരിപക്ഷത്തോടു കൂടിയാണ്
ഈ മണ്ഡലത്തിൽ രാധാകൃഷ്ണൻ ജയിക്കാൻ പോകും. 2, അല്ല ഞാനിതിന് മറുപടി പറയുകയല്ല, നമ്മുടെ കുട്ടികൾ ഇങ്ങനെ ആകാശത്തൂടെ പറന്നു പോവുകയാണ്, എന്തേ ഇവിടേക്ക് കൊണ്ടുവരുന്നില്ല എന്നാണ്. നല്ല ന്യായമാണ്. ഈ പോകുന്ന കുട്ടികൾ, ഞാൻ ഒരിക്കലും വിദ്യാഭ്യാസപരമായി ഏത് ലോകത്ത് പഠിക്കാനുള്ള അവകാശമുള്ള നാടാണ് നമ്മുടെ നാട്, അതിന് നിഷേധിച്ച് പറയല്ല. എന്തുകൊണ്ടാണ് ആ കുട്ടികൾ പോകുന്നത് എന്നും ഇവിടുത്തെ നീറ്റും എഞ്ചിനീയറിംഗ് എക്സാമിൽ ആ റിസൾട്ടിനകത്ത് വരുന്ന ഏതെങ്കിലും ഒരു കുട്ടി പോകുന്നുണ്ടോ നമ്മൾ പരിശോധിക്കട്ടെ. അതാണ് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ അതൊന്ന് വായിക്കാത്തതുകൊണ്ടാണ് ആ ബഡ്ജറ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത്, അത്തരം കോളേജുകൾ മറ്റു രാജ്യങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികൾക്കും ഇവിടെ സൗകര്യമൊരുക്കി നമ്മുടെ കുട്ടികളെ ഇവിടെ തന്നെ പഠിപ്പിക്കാൻ ആവശ്യമായ സൗകര്യം ഒരുക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്രതിപക്ഷം കാലിളകി. അപ്പൊ നമ്മൾ അത് ആലോചിച്ച് ചെയ്യാൻ, വിദേശ സർവകലാശാലകൾക്ക് എതിരായിരുന്നല്ലോ അത് എതിരെന്നെ. അതുകൊണ്ടാണ് ആലോചിച്ചേ ചെയ്യൂ എന്ന് പറഞ്ഞത്. അത് കേട്ടില്ല. അത് ആലോചിച്ചേ ചെയ്യൂ എന്ന് പറയാനുള്ള ഒരു കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ. എല്ലാരോടും ചോദിക്കുന്നുണ്ടായിരുന്നു, പറഞ്ഞ വാക്കാണെന്ന്. ഞാൻ ചോദിച്ചോട്ടെ, 2014 പറഞ്ഞൊരു വാക്കുണ്ട്, വിദേശങ്ങളിൽ കൊണ്ട് നിക്ഷേപിക്കപ്പെട്ട കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരുമെന്നും വരുന്ന പണമെല്ലാം ഓരോ അക്കൗണ്ടിലേക്കും 15 ലക്ഷം വീതം നിക്ഷേപിക്കും. ഞാൻ ചോദിച്ചേ, ആ 15 ലക്ഷം പോയി ഒരു 15 പൈസ മോദിയുടെ വാക്കും പഴയ ചാക്കും ഒന്ന്. അതേ എനിക്ക് പറയാം. ഉല്ലാസ് ബാബു, പെട്ടെന്ന് ഉല്ലാസ് ബാബു. 8% കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥിക്ക് കിട്ടിയത്. എന്ത് ഗ്യാരണ്ടിയാണ് ആലത്തൂരിലെ വോട്ടർമാർക്ക്? ഉല്ലാസ് ബാബു അങ്ങോട്ട് നോക്കാതെ ചോദ്യത്തിന് മറുപടി പറയും പ്ലീസ്. അങ്ങ് ചോദിച്ചു, കഴിഞ്ഞ തവണ അങ്ങയുടെ രമ്യ ഹരിദാസ് എന്ന് പറയപ്പെടുന്ന 5 വർഷക്കാലം കൊണ്ട് ആലത്തൂർ മണ്ഡലത്തെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ള ബഹുമാന്യായിട്ടുള്ള MP ജയിച്ചത് ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. പക്ഷേ ബാബുട്ട മുഖ്യമന്ത്രിന്റെ മോളുടെ കാര്യമല്ല പറഞ്ഞ്, ഞാൻ ഈ കാര്യം പറഞ്ഞു. അപ്പോ ഞാൻ പറയുന്നത് ലക്ഷക്കണക്കിന് 1,52,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് 8% ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? അങ്ങയുടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കേൾക്കണം, മക്കളെ കേൾക്കണം, അറിവുണ്ട്. നിങ്ങളുടെ കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ BJPക്ക് ഉണ്ടായിരുന്ന 2 സീറ്റ്. അന്ന് നിങ്ങളുടെ പ്രധാനമന്ത്രി ചോദിച്ചു, ഈ 2 സീറ്റും വെച്ച് നിങ്ങൾ എവിടേക്ക് പോകുന്നുവെന്ന്. അപ്പൊ ഞങ്ങളുടെ അടൽ ബിഹാരി വാജ്പേയിയും LK അദ്വാനിജിയും മാത്രമേ ഉള്ളൂ. അവർ പറഞ്ഞു, കാലം നിങ്ങൾക്ക് മറുപടി വരും, ഈ ബെഞ്ചിൽ നിങ്ങളും അപ്പുറത്തെ ബെഞ്ചിൽ ഞങ്ങളും. അതിൽ നിന്ന് 2ൽ നിന്നും 303ലേക്ക് ഞങ്ങൾക്ക് എത്താൻ സാധിക്കുമെങ്കിൽ 89,000-ൽ നിന്ന് 5.5 ലക്ഷത്തിലേക്ക് എത്താൻ പെട്ടെന്നാവും സർ. അങ്ങിരിക്കും. 2 പറയട്ടെ മറുപടി. ഞാനൊരു കാര്യം അടുത്ത ചോദ്യത്തിന് ഇദ്ദേഹത്തിന്റെ ചോദ്യം, മോഡിയുടെ ഗ്യാരണ്ടി മോഡിയുടെ ഗ്യാരണ്ടി അങ്ങ് എന്താ പറഞ്ഞ ഗ്യാരണ്ടി എന്നാ പെടക്കുന്ന വെള്ളക്കരം കൂട്ടി, ഭൂനികുതി കൂട്ടി, കറണ്ട് ബില്ല് കൂട്ടി, പെട്രോളിന്റെ സെസ് കൂട്ടി, അത് പറയുമ്പോ സങ്കടം. വെള്ളക്കരം, പൂക്കരം, ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ 400 രൂപയുടെ പെർമിറ്റ് കൂട്ടി, ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ 400 രൂപ 4,300. വെള്ളക്കരം, പൂക്കരം, ഇലക്ട്രിസിറ്റി, ന്യായം കേസ് കൊടുക്കാൻ പറ്റുമോ? അതിന് ഒരു മാനവുമില്ല. സെസ്സും കൂട്ടി, കാട്ടു മോഡിയുടെ ഗ്യാരണ്ടി മോഡിയുടെ ഗ്യാരണ്ടി അങ്ങയുടെ മുഖ്യമന്ത്രി ആ വല്ലാർപാട് ടെർമിനലിൽ മോഡിയുടെ ഗ്യാരണ്ടി അങ്ങയുടെ മുഖ്യമന്ത്രി മനസ്സിലായോ? സമയത്തിൽ നീതി പുലർത്തുന്നു. മോദിയുടെ ഗ്യാരണ്ടി ആ വല്ലാർപാടൻ ടെർമിനലിൽ പോയി മുഖ്യമന്ത്രി നിന്നപ്പോ മനസ്സിലായോ? കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. 2, അങ്ങ് പറഞ്ഞു
സ്വായാശ്രയ കോളേജ് അദാനിയുടെ വിദ്യാർത്ഥികൾ മറുപടി പറയട്ടെ. ശ്രീനിവാസൻ ഓർമ്മയുണ്ടോ അനിൽ നമ്പ്യാറിന്? Yes. വിദേശ സർക്കാർ സംവിധാനത്തിന്റെ സ്റ്റാൻഡേർഡ് ഉയർത്തണമെന്ന് പറഞ്ഞപ്പോ ചെക്കടത്തടിച്ചവരാണ് SFI-കാർ. Yes, yes, yes. അവർക്ക് ഒരു ഉളുപ്പുമില്ലാതെ സ്വായാശ്രയം വരും 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 എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഒരു ഉളുപ്പുമില്ലാതെ അത് മാറ്റി പറഞ്ഞ ചരിത്രം. ഉളുപ്പില്ലാത്തത് ആർക്കാണെന്ന്? Yes, yes, yes. ഉളുപ്പില്ലാത്തത് ആർക്കാണെന്ന്? ഇടവേള. ജനസഭയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 5 മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. പല സ്ത്രീകളും ഇവിടെയുണ്ട്. ആ സ്ത്രീകളുടെ ഒരു പ്രതിനിധിക്ക് ചോദ്യം ഉന്നയിക്കാനുണ്ട്. പ്ലീസ് ചോദിക്കാം പെട്ടെന്ന്. മോദിയുടെ ഗ്യാരണ്ടി ഉറപ്പായിട്ടും പറയാണ്, മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ പിണറായി സാറിന്റെ സർക്കാർ ഇവിടെ നല്ല പിന്നെ പട്ടുപത്ത് മിരിച്ചാണ് ജനങ്ങളെ ഇവിടെ അങ്ങോട്ട് താരാട്ട് പാട്ടി ഉറക്കുന്നതെന്ന് സാർ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റണില്ല. സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറയാത്ത കാര്യം നിങ്ങൾ പറയണ്ട. പട്ടുമെത്തിയും കിട്ടുമെത്തി അതൊക്കെ നിങ്ങൾ പോയി പറ. വേറെ എവിടെ പോയി പറയും. സ്റ്റുഡൻസിന്റെ കാര്യം പറഞ്ഞു. സ്റ്റുഡൻസിന് വേണ്ടി നിങ്ങൾ ഒരുപാട് അങ്ങ് ചെയ്യുന്നത് പറഞ്ഞു. വിഷ്ണു പ്രണോയ് തൊട്ട് അഭിമന്യു തൊട്ട് ലാസ്റ്റ് ഇപ്പൊ സിദ്ധാർത്ഥ് വരെ നിങ്ങൾ ബലി കൊടുത്തിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥികളെ നിങ്ങൾ ബലി കൊടുക്കാണ്, കുഞ്ഞു മക്കളെ. അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? മറുപടി MLA പെട്ടെന്ന്. എന്താ പറഞ്ഞു? അല്ല, ഈ വിദ്യാർത്ഥികളെ കുറിച്ച് ജിഷ്ണു പ്രണോയ് തൊട്ട് സിദ്ധാർത്ഥ് വരെ എന്താണ് നിങ്ങളുടെ സമീപനം? അല്ലെ, എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഒരു വനിത എങ്കിലും ഈ ചർച്ചയിൽ പങ്കെടുത്തല്ലോ എന്നതിൽ അഭിമാനിക്കാം. പക്ഷേ അദ്ദേഹം പങ്കെടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ഒറ്റ ചോദ്യം അവരോടുണ്ട്. ഇന്ത്യയുടെ അതിർത്തി കാക്കാൻ എനിക്ക് കഴിഞ്ഞു കാർഗിൽ യുദ്ധത്തിൽ. പക്ഷേ എൻ്റെ ഭാര്യയുടെ മാനവും എൻ്റെ ഭാര്യയുടെ ജീവനും കാക്കാൻ കഴിഞ്ഞില്ല. ഇത് ഇന്ത്യയുടെ കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു പട്ടാളക്കാരന്റെ രോദനമാണ്. മണിപ്പൂരിൽ 100 കണക്കിന് വരുന്ന സ്ത്രീകൾ, അതിലൊരു പട്ടാളക്കാരന്റെ ഭാര്യയെ നഗ്നയാക്കി നടത്തിച്ച് അവിടെ കൂട്ടബലാത്സംഗത്തിന് കൊലപ്പെടുത്തിയ ആ മണിപ്പൂരിലേക്ക് ഒരു മിനിറ്റ്, ആ മണിപ്പൂരിനെ കുറിച്ച് 2023 സെപ്റ്റംബർ 3 തുടങ്ങിയതാണ് കലാപം. നാളെ ഇതുവരെയും മണിപ്പൂരിനെ കുറിച്ച് ഒരു വാക്ക് പറയാൻ അങ്ങയുടെ മോദിക്ക് കഴിയുന്നുണ്ടോ? 36 കുരുന്നുകളെ കൊലപ്പെടുത്തുന്നതിൽ ഭാഗവക്കായിട്ടുള്ളവരാണ് ഈ ABVP-യും RSS-ഉം BJP-യും എന്ന് നിങ്ങൾ മറന്നു പോവണ്ട. അത് നിങ്ങൾ മറന്നു പോവണ്ട. ഈ കേരളത്തിന്റെ കലാലയ രാഷ്ട്രീയത്തിൽ തുടക്കം കുറിച്ചത് PK രാജനെ കൊലപ്പെടുത്തിയ പട്ടാമ്പിയിലെ PK രാജനും അതുപോലെ തന്നെ ആയുർവേദ കോളേജിലെ PK രാജനും സെയ്ദാലിയും മുഹമ്മദ് മുസ്തഫയും തുടങ്ങി ഭുവനേശ്വരൻ തുടങ്ങിയ ആ SFI-യുടെ 36 വരുന്ന കുരുന്നു ജീവനെ കവർന്നെടുക്കുന്നതിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് RSS BJP-ക്കാർ. മറന്നു പോവരുത് എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട BJP-യുടെ പ്രതിനിധി, ഇവിടെ എന്തോ കേരളത്തിൽ നിന്ന് കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞ ഒരു സത്യം ഇവിടെ പറഞ്ഞു. 100% സത്യമാണ്. പ്രിയപ്പെട്ട BJP-യുടെ പ്രതിനിധി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 1,25,000 പേര് ഇന്ത്യയുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്തു. ഇന്ത്യയുടെ പാസ്പോർട്ട് വേണ്ടെന്ന് വെച്ചു. എന്താണ് ഇവിടെ? നല്ല വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടാണോ? നല്ല തൊഴിൽ സാഹചര്യം ഉള്ളത് കൊണ്ടാണോ അവർ പാസ്പോർട്ട് സറണ്ടർ ചെയ്ത്? UN-യുടെ പുതിയ കണക്ക് വന്നു. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് പട്ടിണി സൂചികയിൽ 125 രാജ്യങ്ങളാണ് അതിൽ കണക്കെടുത്തത്. 111ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ സ്ഥാനം. അതിന്റെ താഴെ കുറെ ആഫ്രിക്കൻ രാജ്യങ്ങൾ മാത്രമാണ് ഉള്ളത്. അതുപോലെ തന്നെ അദാനി ഓരോ ദിവസവും 1,600 കോടി രൂപ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണ് അവസരം ഉണ്ടാക്കിയത്? 4 വർഷമായി ഗ്യാസിന് സിലിണ്ടറിന് സബ്സിഡി കൊടുക്കുന്നില്ല. 910 രൂപ ഇന്ന് കൊടുക്കണം, 410 എത്തിയിരിക്കുകയാണ്, കൊടുക്കുന്നില്ല. കോർപ്പറേറ്റുകൾക്ക് 34% നികുതി ഉണ്ടായിരുന്നത് കോവിഡിന്റെ മറവിൽ 22% ആക്കി കൊടുത്തു. ഒരു വർഷം മാത്രം 2.40 ലക്ഷം കോടി രൂപ ഈ ഇന്ത്യയുടെ ഖജനാവിന് നഷ്ടം വന്നു. എന്താണ് BJP-ക്ക് പറയാനുള്ളത്? അതുപോലെ തന്നെ നോട്ട് നിരോധനത്തിന്റെ പേരിൽ വലിയ നമുക്ക് നേട്ടമുണ്ടാവുമെന്ന് പറഞ്ഞു. വല്ല നേട്ടം ഉണ്ടായോ? അതുപോലെ തന്നെ ഇന്ത്യയുടെ ക്രൈം ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഓരോ ദിവസവും 30 പേർ ആത്മഹത്യ ചെയ്യുന്നു. കർഷകർ ഒരു ദിവസം 24 മണിക്കൂറിനിടെ 30 പേർ ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ
അപ്പൊ കർഷകർക്ക് സമ്മാനനിധി കൊടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. MSP നടപ്പിലാക്കാൻ പറ്റുന്നില്ല, മിനിമം സപ്പോർട്ട് പ്രൈസ് നടപ്പിലാക്കാൻ പറ്റുന്നില്ല, കർഷകർ കണ്ണീരിലാണ്. അത് ഇവർക്ക് കാണാൻ കഴിയുന്നില്ല. ഈ സർക്കാരിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇനിയും പറയാനുണ്ട് നമുക്ക്. ദാരിദ്ര്യത്തിൽ പൊതുകടം ഈ സർക്കാർ വന്നതിന് ശേഷം 205 ലക്ഷം കോടിയാക്കി ഉയർത്തി, തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായ സ്ഥിതിയിലേക്ക് മാറ്റി, തൊഴിലുറപ്പിലെ പദ്ധതിക്കുള്ള വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ട് ഗ്രാമീണ ഭാരതത്തിന്റെ നട്ടല് തകർത്തു. ഇവർ പറയുകയാണ് ഗ്രാമീണ ഭാരതത്തിന്റെ നട്ടല് തകർത്ത. ഇവർ പറയുകയാണ് അതോ നമ്മൾ സാമ്പത്തിക രംഗത്ത് വലിയ ഉന്നതിയിലുണ്ടായി, നമ്മൾ 5ാം സ്ഥാനത്തെത്തി. ആളോഹരി വരുമാനം എത്രയാണ്? 143 ഇന്ത്യയുടെ റാങ്ക്. ആളോഹരി വരുമാനം 143. ഇതിന്റെ താഴെ ആർക്കാണുള്ളത്? ഇവരാണിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കുടുംബ ബജറ്റ് തകർത്ത BJP-യെയും അതുപോലെ തന്നെ സപ്ലൈകോ അടച്ചുപൂട്ടിയ ഈ LDF ഗവൺമെന്റിനെയും വലിയ തോതിൽ വീട്ടിലിരിക്കുന്ന ഈ ചർച്ച വീട്ടിലിരുന്ന് കാണുന്ന വീട്ടമ്മമാർ നിങ്ങൾക്ക് വലിയ ശിക്ഷ തരും. കാരണം കുടുംബത്തിന്റെ ബജറ്റ് കൈകാര്യം ചെയ്യുന്നവർക്ക് നിങ്ങൾ ഇരുപേർക്കോടും മാപ്പില്ല എന്നുള്ളത് ശക്തമായി ഈ തെരഞ്ഞെടുപ്പ്. കാര്യം ഞാൻ ആ കരാറിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞല്ലോ. വെള്ളത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചോദിച്ച സമയത്ത് തമിഴ്നാട്ടുകാർ വെള്ളത്തിന്റെ കാര്യം പറയുമ്പോൾ കിട്ടുകിടുന്നതിനെ സുപ്രീം കോടതിയിൽ പോകുന്നത് കൊണ്ട് കാര്യം നടക്കുന്നില്ല എന്ന് പറഞ്ഞു. DMK കിട്ടിയ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് കൃത്യമായി പറയാം, ACFB 0076 10 കോടി റുപ്യ CPM-ന്, ACAB 007 10 കോടി റുപ്യ വീണ്ടും CPM-ന്, AAAB 3337 10 കോടി റുപ്യ വീണ്ടും CPM-ന് എന്ന് പറഞ്ഞാൽ 25 കോടി റുപ്യ DMK ഈ പാർട്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ച RTGS തെളിവ് ഞാൻ തരാം, അല്ലെങ്കിൽ എനിക്കത് നിങ്ങൾക്ക് കേസെടുക്കാം. RTGS ഇവർക്ക് അയച്ചു കൊടുത്തു. അപ്പോ ആ കാശും മേടിച്ചു വെക്കുമ്പോ എന്റെ സ്റ്റാലിന് എന്റെ കുട്ടികൾക്കുള്ള വെള്ളം കൊടുക്കണോ ഒന്ന് പറഞ്ഞുകൂടപ്പാ, ഒന്ന് പറ. 2 കൂടുതൽ പറയുന്നത്. പിന്നെ 3-ാമത്തെ കാര്യം, ഒരു വനിതയെങ്കിലും എഴുന്നേറ്റല്ലോ എന്ന് അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു. സർ, വനിതാ ബില്ല് ഇന്ത്യ മഹാരാജ്യത്ത് അവതരിപ്പിച്ച വ്യക്തികൾക്ക് ആ വനിത എനിക്കുമ്പോ കൃത്യമായി പറയും. സർ, 2 പട്ടാളക്കാരെ കുറിച്ച് പറഞ്ഞു. മരിച്ചു പോയത് കൊണ്ട് കൊടിയേരിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അദ്ദേഹം പട്ടാളക്കാരെ കുറിച്ച് പറഞ്ഞത് ഞാനും അനിൽ നമ്പ്യാരും ചർച്ച നടത്തിയിട്ടുള്ള നിങ്ങൾ മനസ്സിലാക്കണം. 2 ഈ സജീഷ് എന്നോട് ചോദിച്ചുകൊണ്ടല്ലേ ഞാൻ എന്നോട് ചോദിച്ചതുകൊണ്ടല്ലേ ഞാൻ മറുപടി പറയുന്നത്. പിന്നെ നിങ്ങൾ ചോദിച്ചു എന്ത് ഉല്ലാസ് ബാബു പ്ലീസ് കൺക്ലൂഡ്. പിന്നെ മണിപ്പൂരിന്റെ കാര്യം പറഞ്ഞു. 1993 ഇന്ദ്രജിത്ത് ഗുപ്ത നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് ഒരു ദിവസം 800 പേർ മരിച്ച സമയത്ത് ഒന്നും മിണ്ടാണ്ടിരുന്ന നിങ്ങൾ ഇപ്പൊ വന്നിട്ട് ഒരു വംശീയ വിഷയത്തെ BJP പറയാ. 97, 98, 93, 97, സ്വന്തം സംവിധാനം അവിടെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളോട് വന്ന് കരയല്ലേ വംശീയതകളെ. പ്രധാനമന്ത്രി നിങ്ങളുടെ പാർട്ടി പോലെയല്ല. ആഭ്യന്തര സംവിധാനത്തിന്റെ ആഭ്യന്തര സഹമന്ത്രി 15 ദിവസം അവിടെ പോയി ഈ നാടിനോട് ഒറ്റക്കാരിയാണ് നമ്പ്യാർ. ഒറ്റക്കാര്യം. 2 ആ വ്യക്തി ചോദിച്ചില്ലേ ഇന്ത്യയുടെ വികസനം. എന്റെ പൊന്ന് സജീഷ്, ആ വികസനം കൊണ്ടാണ് നേരത്തെ പറഞ്ഞില്ലേ രാഹുൽ ഗാന്ധി ചോടോ ഓടിയെന്ന്. ഓടിയിട്ട് കാശ്മീരിൽ പോയിട്ട് ഞങ്ങളും കൂടി മഞ്ഞിട്ട് കളിച്ചില്ലേ. ആ 370 ഞങ്ങളുടെ കൃത്യമായ നടപടിയാണോ അത് മനസ്സിലാക്കണം. അനിൽ നമ്പ്യാർ ആലത്തൂർ അത് ഡോക്ടർ TN സരസുവിനുള്ളതാ എഴുതി വെച്ചോ. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ജനസഭ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ ചർച്ച, ഈ സംവാദം സജീവവും സക്രിയവുമാക്കിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. നാളെ പാലക്കാട് കോട്ട മൈതാനത്ത് കാണാം. നന്ദി, നമസ്തേ.